ഡോ തന്നോടല്ലേ ഇവിടുന്ന് പോകാൻ പറഞ്ഞേ? എടോ സാറ് വന്ന വെറുതെ പ്രശ്നം ഉണ്ടാക്കും. എടോ തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? സാർ ഇതേ വന്നോണ്ടിരിക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങളൊന്ന് പോയേ ഇവിടുന്ന്. എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ ഇവിടെ ഇത്ര നോക്കി നിൽക്കാൻ മാത്രം? ഒന്ന് പോയേ. എടി ഇന്നലെയല്ലേ നിനക്ക് 5000 രൂപ തന്നത്? അതിനുള്ളിൽ തന്നെ നീ അത് തീർത്തോ? ശരി ശരി, സാറ് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. സാർ, എന്താ സംഭവം? ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡിയാണ് സാർ. പീസ് പീസായിട്ട് വെട്ടി ഒരു ചാക്കിനകത്ത് കെട്ടി വലിച്ചെറിഞ്ഞിട്ടുണ്ട് സാർ. വയസ്സ് എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 20-25 ഉണ്ടാവും സാർ. എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കല്ലേ, ഒന്ന് പോയേ. സാർ, ചൂണ്ടുവിരൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാർ. Good morning, sir. Yes, sir. It's an unidentified body, sir. എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. നിയർ ഗ്രോസ്ലി പാലം സർ. ഓക്കെ സർ. സർ, ഇതിലും സിമിലാരിറ്റീസ് ഉണ്ട് സർ. ഇതിലെയും ചൂണ്ടുവിരൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ജീവിതം എന്ന് പറഞ്ഞ വളരെ ഭംഗിയുള്ളതാന്നാ പറയാറ്. എന്നാ വിധിയോ? അതെപ്പോഴാ പാത മാറി പോവാന്നറിയില്ല. നമ്മുടെ സന്തോഷങ്ങൾ കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ഇല്ലാതായി തീരും. സ്വന്തം എന്ന് പറയുന്ന എല്ലാവരെയും നമ്മളിൽ നിന്ന് അകറ്റി നമ്മളെ ഒറ്റയ്ക്കാക്കി വേദനിപ്പിച്ച് നോക്കി നിൽക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ അനുവദിക്കില്ല. ആ വേദനയോടെ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ. ഹായ് ഡാഡി. മൈ ഡാഡി, മൈ ഡാഡി, മൈ ഡാഡി. ഇത് എന്റെ ഭർത്താവാ. എനിക്ക് എന്റെ ഡാഡിയാ. നീ പോ. വഴക്കുണ്ടാക്കാതെ, നിങ്ങൾ രണ്ടുപേരും എന്റെ മുത്തുമണികളല്ലേ. അതൊന്നും പറ്റില്ല അച്ഛാ. ആരുടെങ്കിലും ഒരാളുടെ പേര് പറ. രണ്ടുപേരും ആ മോളെ. ഡാഡി, ആരെങ്കിലും ഒരാളുടെ പേര് പറ ഡാഡി. എപ്പോഴും നീയാണ് എന്റെ ചെല്ലക്കുട്ടി. താങ്ക് യു ഡാഡി. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, നല്ല ആഹാരം കഴിച്ച് ഒരുപാട് ദിവസമായി. നീ പോയി റെഡിയാവ്, നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ പോരെ? അതാ പറഞ്ഞില്ലേ നല്ല ആഹാരം കഴിക്കാൻ പോവാന്ന്. ഡാഡി, ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേയാ. ഡാഡി, ഇന്ന് വിഷ് ചെയ്യാൻ മറന്നില്ലേ? അമ്മയ്ക്ക് ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാ. നീ അമ്മയോട് പറയല്ലേ. ഡീൽ?
ചക്കരെ ചക്കരമുത്തേ, എപ്പോഴും നീയല്ലേടി എനിക്ക് ഫസ്റ്റ്. എപ്പോ നോക്കിയാലും ഇതന്നെ പറഞ്ഞോളൂ. വാ തുറന്ന നുണയെ പറയും. എന്താ പറഞ്ഞേ? നീ നുണയെ പറയൂന്ന്. പ്രേമിക്കുന്ന സമയത്ത് നുണ മാത്രമേ പറയാറുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഏയ്, ദൈവത്തിനാണ് സത്യം ഞാൻ പറയുവാടി. എനിക്ക് എപ്പോഴും നിന്നെയാടി എനിക്കിഷ്ടം. ഏത് ദൈവത്തെ കുറിച്ചാ? നിന്റെ ദൈവത്തെ കുറിച്ചോ അതോ എന്റെ ദൈവത്തെ കുറിച്ചോ? രണ്ട് ദൈവമാണ് സത്യം ഞാൻ പറയുവാടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാടി. ഞാൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ല. എന്തിനാ നീ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞേ? അത് പിന്നെ എന്താന്ന് വെച്ചാ, അത് എന്റെ കെട്ടിയോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലേ നൈറ്റ് ഉറങ്ങണം, ടയർഡാകുന്നു എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഫുൾ മീൽ കിട്ടത്തില്ലല്ലോ. ദിയ നോക്കിപ്പോ. ദിവ്യ നീ ലോക്ക് ചെയ്തിട്ട് വാ, ഞാൻ താഴെ പോയി നിക്കാം. ദിയ നിക്ക്. ആന്റി നിക്കാണ്ടി. ഹായ്, എന്നിട്ട് വിശേഷം ദിയ? ആന്റി, എന്റെ ഡാഡി ഫോറിനിൽ പോയിട്ട് എനിക്ക് ചോക്ലേറ്റ് വാങ്ങിട്ട് വന്നിരിക്കുക. വെരി നൈസ്, താങ്ക് യു, സോ സ്വീറ്റ്. ഹലോ, ഹായ്, ഹൗ യു? ഐ എം ഗുഡ്, ഹൗ യു? ഐ എം ഗുഡ് ടു. ഡാഡി വന്നപ്പോ തന്നെ പുറത്തേക്ക് പോവാണോ ദിയ? ആ ഹായ്. ഹായ്, ഓഫീസിലേക്കാണോ? അതെ, ടൈമായി, ഇപ്പൊ പോണം. നിങ്ങളുടെ മോളാ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തേ. ആന്റി, ആ, ഇന്ന് ഞങ്ങള് ഡാഡിന്റെ കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണല്ലോ. നൈസ് ടാ, എൻജോയ്. ബൈ ബൈ, എന്നാ വരട്ടെ. ബൈ. ബൈ. വാ ലെറ്റ്സ് ഗോ. നമുക്ക് ഇറങ്ങാം. വെൽക്കം മാം. വെൽക്കം സർ. ഹായ് മാം. ഹലോ സർ. വെൽക്കം സർ. ഇവിടെ വന്നിരിക്കൂ. ഇരിക്കൂ സർ പ്ലീസ്. മമ്മി വാരിക്കൊണ്ട് മമ്മി. ഒന്ന് പോടി. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you.
ദിയ. മമ്മി. ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാന്ന് പോലും അറിയാണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എടാ അളിയെ നിർത്ത് നിർത്ത് നിർത്ത്. ഇന്നലെ കൊച്ചിയിൽ നടന്ന പോലീസ് വെടിവയ്പിൽ തീവ്രവാദ സംഘത്തിന്റെ തലവനും 4 കൂട്ടാളികളും കൊല്ലപ്പെട്ടു. ഇവർ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തൊയ്ബ എന്ന തീവ്രവാദ സംഘവുമായി ബന്ധമുള്ളവരാണെന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്ന സ്ഫോടന പരമ്പരകളിൽ പങ്കുള്ളവരാണെന്നും പോലീസ് പറയുന്നു. ദിയ, എന്താ ചെയ്യുന്നേ? എന്തുപറ്റി മോളെ? മമ്മി, എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ഒന്നുമില്ല കഴിക്കാൻ ഇവിടെ. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഡേറ്റ് ഇന്ന് 20ആയി. വാടക തരണം എന്നുള്ള ഒരു വിചാരമില്ലേ നിങ്ങൾക്ക്? അയ്യോ സർ, ഞാൻ അടുത്ത മാസം ഒന്നിച്ച് തന്നോളാം. എന്തോന്ന് അടുത്ത മാസം? എന്നെ കാണുമ്പോ പിച്ചക്കാരനായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വീട്ടിൽ തന്നെ അടയിരുന്ന പൈസ എന്താ ആകാശത്ത് മഴ പോലെ വീഴുന്നാണോ വിചാരിക്കുന്നത്? ഇനി ഇതൊന്നും അനുഭവിച്ചു തരാൻ പറ്റില്ല. 2 ദിവസം സമയമുള്ളൂ, പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് പൈസ തന്നില്ലെങ്കിൽ വാതിലും പൊട്ടി പൊക്കോളാം ഇവിടുന്ന്. ഇപ്പൊ എന്തിനാ സാറേ ഒച്ച ഉണ്ടാക്കുന്നേ? വാടക തരുന്നില്ലെന്ന്. പാവം, അവളെ ഭർത്താവില്ലത്തിന്റെ കഷ്ടത്തിലിരിക്കാ. ഈ സമയത്താണ് അവളെ ഉപദ്രവിക്കുന്നേ. നിങ്ങൾക്ക് വാടകയല്ലേ വേണ്ടത്? ഇതാ പിടിച്ചോ. ബാക്കി ഈ മാസം ലാസ്റ്റ് തരാം, ഞാൻ തന്നോളാം. അവനെ പോവാൻ പറ, പിച്ചക്കാരൻ. ദിയ, ഒരു പ്ലേറ്റ് പോയി എടുത്തിട്ട് വാ. മമ്മി ഒന്നും പറയത്തില്ല, നീ പോയി എടുത്തിട്ട് വാ. ദിയ, 2 പ്ലേറ്റ് എടുത്തിട്ട് വാ. ഇവിടെ നോക്ക്, എത്ര നാള് കഴിഞ്ഞാലും ഒന്നും മാറാൻ പോകുന്നില്ല. എല്ലാം മനസ്സിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് അടുത്തത് എന്താന്ന് ആലോചിക്കണ്ടേ. കാലം എല്ലാത്തിനെയും മായ്ക്കും. ധൈര്യമായിട്ടിരിക്കെ. ഇഡ്ലി കഴിച്ചാലോ? നീയും കഴിക്ക്. എനിക്ക് വിശക്കുന്നില്ല. നീ വിഷമിക്കുന്നതോ ബുദ്ധിമുട്ടുന്നതോ ഒന്നും വയറിന് അറിയില്ല. അതെല്ലാം അതിൻ്റെ ജോലി കറക്റ്റ് സമയത്ത് ചെയ്യാൻ നോക്കും. വിശപ്പ് മാറ്റുന്ന ഒരേ ഒരു മരുന്ന് പണം മാത്രമാണ്. നമ്മളെ കാര്യം വിട്ടേക്കേ. ആ ചെറിയ കുഞ്ഞ്, അതിനെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? എല്ലാം മറന്നിട്ട് നീ ദിയയ്ക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും. അത് നീ ആലോചിക്കേ. ആരാണ് നീ? അച്ഛാ,
അച്ഛനോ? ആരുടെ അച്ഛൻ? എന്റെ മോള് മരിച്ചിട്ട് 5 വർഷമായി. അച്ഛ അങ്ങനെ പറയല്ലേ. മര്യാദയ്ക്ക് പൊക്കോ ഇവിടുന്ന്. അച്ഛ നീയായിട്ട് പോകുന്നുണ്ടോ ഇല്ല നിന്റെ കഴുത്തെ പിടിച്ച് വെളിത്തള്ളണോ? ആരാ അത്? ആരോ വഴിപോക്കരാ, അഡ്രസ് മാറി വന്നതാ. ചിത്രങ്ങൾ കരഞ്ഞ് കണ്ടതുണ്ടോ? ദൈവശീലയൊന്നും തെരുവിൽ കണ്ടതുണ്ടോ? നേരിട്ട മരം കൂടെ വീണ്ടും മുളയ്ക്കും. ഒറ്റയാമിവൾക്ക് തുണയില്ലയോ? കണ്ണീരേല്ല ഭൂമിയുണ്ട്, കണ്ണീരില്ല പെണ്ണുണ്ടോ? ദൈവമേ, മരവിച്ച മനവും തളരുന്ന ദേഹവും ഈ വിധി മാറുമോ? ദൈവമേ. ആ പോകുന്ന ആരാന്ന് മനസ്സിലായോ? ആ വീട്ടിലാളെ മോളല്ലേ? അതൊക്കെ ഇപ്പോ രാജ്യദ്രോഹി ഭാര്യ നമ്മുടെ രാജ്യം ഇവിടെയൊക്കെ തീറ്റിപ്പോറ്റിട്ട് നമുക്കിട്ട് തന്നെ പണി തരാൻ നോക്കുക. ഇത് നീളുമോ? വ്യഥ തീരുമോ? പഴി മാറുമോ? ദൈവമേ, ചെറുതായവൾ അഴൽ മാറുമോ? കര ചേരുമോ? ദൈവമേ, ദൈവമേ, കഥ മാറുമോ? ദൈവമേ, ദൈവമേ, കര ചേരുമോ? ദൈവമേ. ദിവ്യ എവിടെ പോയിട്ട് വരുന്നയാ? ഒന്ന് കടയിലേക്ക് പോയതാ. കാവ്യ, നീ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി താ. സർ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് കഷ്ടപ്പെടാന്ന്. ആ ജോലി ചോദിച്ചത് ഈ പെൺകുട്ടിക്ക് വേണ്ടിയാ. അതാ സർ. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? BA ചെയ്തിട്ടുണ്ട് സർ. കമ്പ്യൂട്ടർ ബില്ലിംഗ് ഒക്കെ അറിയോ? പറഞ്ഞെന്നാ ചെയ്യാം സർ. ഓക്കെ, എനിക്കും കൗണ്ടറൊക്കെ നോക്കാൻ ഒരാളാവശ്യമുണ്ട്. 12,000 രൂപ ശമ്പളം. ഓക്കെ ആണെങ്കിൽ നാളെ രാവിലെ മുതൽ ജോലിക്ക് വന്നോ. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു സർ. ഇതാ സർ. മമ്മി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാം. ഓക്കേ. അത്രയല്ലേ ഉള്ളൂ സർ? ആ അത്രേ ഉള്ളൂ. സർ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ആ ശരി, പോയിക്കോ. താങ്ക് യു സർ. ദിയ, ദിയ. ലവ് മാരേജ് ആണോ? സന്തോഷമായിട്ട് ജീവിക്കേ. അനിയ, നന്നായി വായിച്ചിട്ട് ഒപ്പിട്ടാ മതി. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് സാർ. ഇയാളുടെ ഭാര്യ അടുത്തുനിന്ന് ഒരു ഒപ്പ് വാങ്ങിച്ചോ? ഇതാ മാഡം. എല്ലാ മാസവും 5-ാം തീയതിന്റെ മുന്നേ പലിശ വന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ചേട്ടനെ ചിരിച്ചോണ്ട് തന്നെ കാണാം.
നിങ്ങളെ കാണാൻ മഹാലക്ഷ്മിയെ പോലെ ഉണ്ട്. നിങ്ങളെ കൈ കൊണ്ട് തന്നെ അങ്ങ് വാങ്ങിച്ചോളൂ. താങ്ക് യു സർ. നിങ്ങളുടെ മോളാണോ? അതെ സർ. കാണാൻ നല്ല സുന്ദരിയാട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളത് നോക്കി ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം പെരുമാളെ. ആ നന്നായിരിക്കട്ടെ. ശരി, പോയിട്ട് വരട്ടെ. ആ സർ സർ എന്റെ എന്തൊക്കെയാ മോൾ മേഡം? എവിടെ? എന്റെ മോൾ എവിടെ സർ? നിന്റെ മോക്ക് ഒരു കുഴപ്പമില്ല. സർ ദിയ എവിടെയാ സർ? എന്റെ പൈസ തന്നിട്ട് നിന്റെ മോളെയും കൂട്ടി പോ. സർ ഇപ്പൊ എന്റെ കയ്യില് പൈസ ഇല്ല. കുറച്ചുകൂടെ സമയം തരണം. ഞാൻ ഉറപ്പായും തരാം സർ. എത്ര ദിവസം കൊണ്ട്? 6 മാസമായി. പലിശ പോലും കിട്ടിയിട്ടില്ല. എന്നെ കണ്ട പാങ്ങൾക്കൊക്കെ അന്നദാനം കൊടുക്കാൻ നിൽക്കുന്നവരാണെന്ന് വിചാരിച്ചോ നീ? പൈസ തന്നിട്ട് നിന്റെ കുട്ടിയെ വിളിച്ചോണ്ട് പോ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം പ്ലീസ് സർ. എന്റെ മോളെ ഇനി താ പ്ലീസ്. 2 ദിവസം കൊണ്ട് എന്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ നിന്റെ മോളെ അങ്ങ് മറന്നേക്കും. തായ്ലാൻഡിലെ നല്ല വില കിട്ടും അവൾക്ക്. നിന്റെ മോൾക്ക്. ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. പോലീസോ? ഓ ഓടി. നീ പറഞ്ഞ പോലീസ് ഇവിടെ വന്ന് എന്റെ കാശും വാങ്ങി വാലാട്ടി നിൽക്കുക കണ്ടല്ലേ നീ? നീ തിരിച്ചു വരുന്നവരെ നിന്റെ മോള് നന്നായിട്ടിരിക്കുന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതിരുന്നാ നല്ലത്. ദിവ്യ എന്തിനാണ് കരയുന്നേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേരെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോയി. ഞാനും എന്റെ ജീവിതം അവസാനിപ്പിച്ചാലോ? ഇടയ്ക്ക് മരിച്ചല്ല ശരിയാവുന്നാ? ഞാൻ ജീവിക്കുന്നത് ദിയയ്ക്ക് വേണ്ടിയാ. അവളെ അവന്മാരെ കൊണ്ടുപോയി. അവൾക്കൊന്നും സംഭവിക്കില്ല. അവള് തിരിച്ചു വരും. എങ്ങനെ? എന്നെ കൊണ്ട് എങ്ങനെ അത്രയും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതൊക്കെ ശരിയാക്കാം. എങ്ങനെ? ദിവ്യ ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് നിനക്കറിയോ? നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ കോൾ സെന്ററിലല്ല ജോലി ചെയ്യുന്നത്. ആക്ച്വലാ ഞാനൊരു കോൾ ഗേളാ. എന്റെ കുടുംബത്തിന് വേണ്ടി അവരെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരു സാധനം കൊടുത്താലേ ഒന്ന് കിട്ടുള്ളൂ. എല്ലാം ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതാണ് സത്യം. ഇവിടെ നീ ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടത്തുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് ന്യായമാണ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റില്ല എന്നാ ഞാൻ പറയുന്നത്. ഞാൻ പോവാ. ഇതാ ഇതിട്ടോ. നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് വെച്ചിട്ടാണ് നമുക്ക് എത്ര റേറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഫാമിലി ഗേൾ എന്ന് വെച്ചാൽ ഒരു റേറ്റ്, കോളേജ് ഗേൾ എന്ന് വെച്ചാൽ അധികമാണ്, മോഡൽസ് എന്ന് വെച്ചാൽ പിന്നെ പറയേ വേണ്ട, വേറെ ലെവലാണ്. പുതിയതിന് വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുമാറിന് നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കും. പേടിക്കണ്ട, ഒന്നും പറ്റില്ല. എന്തുണ്ടെങ്കിലും എന്നെ കോൾ ചെയ്യണം. പെട്ടെന്ന് റെഡിയാവോ? പറയൂ കുമാറേ. ഏതോ പുതിയ പാർട്ടിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്താ സ്ഥിതി ഇപ്പോ? റെഡിയാണോ? ആ റെഡിയാ. പിന്നെ കുമാറേ, വേറെ വഴിയില്ലാത്തോണ്ട് വരുന്ന ചില്ലറൊന്നും കൊടുത്ത് വിടരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ, നീ പേടിക്കണ്ട.
ഹലോ. ദിവ്യാണോ? കാവ്യാണ് നിങ്ങളുടെ നമ്പർ തന്നത്. നിന്റെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷനില് റെഡ് കളർ കാറിൽ പാർട്ടി വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളും. എന്തേലും പ്രശ്നമുണ്ടേ ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിച്ചാൽ മതി. ഞാൻ ഈ ഫോണ് എന്റെ ചെവിയുടെ അടുത്ത് തന്നെയാ വെക്കാറ്. മനസ്സിലായല്ലോ? ശരി, വെക്കട്ടെ. ഓ, ഇത് ആദ്യം ഊരി വെക്കണല്ലോ. ശേ. ഈ പാത എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ, എന്റെ ദേഹിക്ക് വേണ്ടി. ദിയ, നാളെ ഈ ലോകം എന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നീ എന്നെ വിശ്വസിക്കണം, അത് മാത്രം മതി എനിക്ക്. Okay. Go. റെസ്റ്റ് റൂം എവിടെയാ? ആ സൈഡിൽ.
തോന്നുന്നുണ്ടോ? ഇല്ല നിന്റെ കഴുത്തെ പിടിച്ച് വെളിത്തള്ളണം. 2 ദിവസം കൊണ്ട് എന്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ നിന്റെ മോളെ അങ്ങ് മറന്നേക്കും. എല്ലാം നീ മറന്നിട്ട് ദിയയ്ക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും.
നമസ്കാരം, ഇത് പോലീസ് കൺട്രോൾ റൂമാണ്. നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഹലോ പോലീസ്. പറഞ്ഞോളൂ. ഹലോ സർ. പറയൂ. സർ, എന്നെ രക്ഷിക്കണം സർ. ഞാനൊരു കൊലയാളിയുടെ പിടിയിലാണ് സർ. അവൻ എന്നെ കൊല്ലുമെന്ന് എനിക്ക് പേടിയാവുന്നു സർ. സർ പ്ലീസ് എന്നെ രക്ഷിക്കണം. ഭയപ്പെടാതെ പറയൂ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ദിവ്യെന്നോ. എവിടുന്നാണ് സംസാരിക്കുന്നത്? ഏതാ സ്ഥലം അറിയില്ല സർ. അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെന്ന് വെച്ചാൽ? അവന്റെ പേരറിയില്ല. അറിയാത്ത ഒരുത്തിനോട് എന്തിനാണ് പോയത്? സർ അതൊക്കെ ഞാൻ പിന്നും പറയാം. അവനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. അവൻ ഉറപ്പായി എന്നെ കൊല്ലുമെന്ന് തോന്നുന്നത്. അവൻ നിങ്ങളെ കൊല്ലുന്ന എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ ഒരു പെണ്ണിന്റെ ചൂണ്ടുവിരലുണ്ട് സർ. ചൂണ്ടുവരലോ? അവന്റെ ബാത്റൂമില് ഒരു പെണ്ണിന്റെ ചൂണ്ടുവിരല് കിടക്കുന്ന സർ. ഉറപ്പായി ഇവിടെ വെച്ച് അവൻ ആരെയോ കൊന്നിട്ടുണ്ട്. അവൻ എന്നെയും കൊല്ലുമെന്ന് എനിക്ക് പേടിയാവുന്ന സർ. ഫോൺ നമ്പർ പറയൂ. 9940216378. മാഡം ദിവ്യ, ടെൻഷൻ ആകാതെ കേക്ക്. നിങ്ങളുടെ ഫോണിൽ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ജെല്ല് വല്ലതും ആണെങ്കിൽ അതിനടുത്തേക്ക് നീങ്ങി നിൽക്കും. ഇവിടെ തീരെ സിഗ്നൽ ഇല്ല സർ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാ. അവൻ എന്നെ ഉറപ്പായും കൊല്ലും സർ. എനിക്ക് പേടിയാവുന്നു. ഭയപ്പെടേണ്ട, കുറച്ചു നേരത്തിനുള്ളിൽ പോലീസ് അവിടേക്ക് എത്തും. ഉറപ്പായിട്ടും അവർ നിങ്ങളെ രക്ഷിക്കും. സർ, എനിക്കൊരു ചെറിയ മോളുണ്ട്. ഞാനല്ലാതെ അവക്ക് വേറെ ആരുമില്ല. അവളെ തട്ടിക്കൊണ്ടുപോയി. അവള് പാവാ സർ. ഞാനില്ലെങ്കിൽ അവൾ അനാഥയാവും. ആരാണ് എടുത്തുകൊണ്ട് പോയത്? സിംഗപ്പെരുമാൾ. അവനാരാണ്? ഫിനാൻഷ്യൽ. 2 ദിവസത്തിനകം പൈസ കൊടുത്തില്ലെങ്കിൽ എന്റെ മോളെ അവൻ തായ്ലാൻഡിലേക്ക് വിൽക്കുന്ന പറഞ്ഞു. സംഭവിക്കില്ല, പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. സർ, അവൻ വാതില് മുട്ടുന്നുണ്ട്. ഇപ്പൊ കഥ തുറക്കണ്ട. ഞാൻ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. 2 മിനിറ്റ് പുറത്തു വരാം. വർഷ, സർ. ഈ നമ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് വേണം. ഓക്കെ സർ. Quick. കൺട്രോൾ റൂം ടു പാലാരിവട്ടം പാട്രോൾ. പാലാരിവട്ടം പാട്രോൾ ടു കൺട്രോൾ റൂം. റിസീവിംഗ് സർ. പാലാരിവട്ടം ഗാന്ധിനഗർ ടവറിന്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഒരു എമർജൻസി കോൾ. ആ ഏരിയയിലെ സസ്പെക്ടഡ് ആയി തോന്നുന്ന വീട്, കട എന്തായാലും എൻക്വയറി ചെയ്യണം. ഓവർ. ഇപ്പൊ തന്നെ പോയി ചെക്ക് ചെയ്തോളാം സർ. മെസ്സേജ് റിസീവ്ഡ് സർ. ഓവർ. സർ, ആ സിമ്മിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ആ സിം കാർഡ് അഷ്റഫ് എന്നൊരാളുടെ പേരിലാണ്. 2 മാസം മുൻപ് എൻകൗണ്ടറിൽ മരിച്ചുപോയ അതേ അഷ്റഫ്. May I come in, sir? Yes, come in. Good evening, sir. Good evening. Please sit down. Meet Mr. Sharma, Raw Officer. Hello, sir. ഹലോ. Vetri, ATS. They are his teammates. ഹലോ. He is here for an important operation. Mr. Sharma, please go ahead. സോ ജെന്റിൽമാൻ, ആസ് യു ഓൾ നോ ദാറ്റ് തീവ്രവാദത്തിന് ഇന്ത്യ ഒരിക്കലും എൻകറേജും ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കത്തുമില്ല. All we want is to eradicate terrorism from this world. And tonight, we are going to carry out a very important operation against terrorism. He is Azhar Ahmad. He works for Luxury Taiba. He is the brain behind many terrorist activities in India. റോ ഇവനെ ഒരുപാട് നാളായിട്ട് അന്വേഷിക്കുക. ഇന്നവൻ കൊച്ചിയിൽ വരുന്നതായിട്ട് റിലയബിൾ സോഴ്സസിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ബൈ എനി മീൻസ് വി ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ഹിസ് ചാപ്റ്റർ. ദിസ് ഈസ് ഫോർ യു. ഓൾ ഹിസ് ഡീറ്റെയിൽസ്. വെട്രി, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നമുക്ക് പ്ലാൻ ചെയ്യാൻ അധികം സമയമില്ല. യു ഷുഡ് ടേക്ക് ഓൾ ദി പ്രിക്കോഷൻസ്. Sure, sir. Stop! അപ്പോ ദിവ്യ എന്ന് പറയുന്നത്
അഷ്റഫിന്റെ വൈഫാണ് സർ. സർ, രാത്രി 2 കോൾസ് വന്നിട്ടുണ്ട് സർ ആ ഫോണിലേക്ക്. രണ്ടും സെയിം നമ്പറാണ്. ഒരു കുമാറിന്റെ പേരിലാണ് ആ സിം. ഞാൻ വിളിച്ചു നോക്കിയിരുന്നു, പക്ഷെ എടുത്തില്ല. ഓക്കെ ഓക്കെ സർ. പാലാരോട്ടം പാട്രോൾ ടു കൺട്രോൾ റൂം. കൺട്രോൾ റൂം ടു പാലാരിവട്ടം പെട്രോൾ റിസീവിംഗ് സാർ. എക്സാക്ട് ലൊക്കേഷൻ ഇല്ലാതെ ചെക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സാർ. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ നിങ്ങളെ ഇൻഫോം ചെയ്യാം സാർ. ഓവർ. ഓക്കെ സാർ. വർഷ, സർ. രേഖയല്ലേ പാലാരിവട്ടം സ്പെഷ്യൽ ഇൻസ്പെക്ടർ? യെസ് സർ. സർ, ടെൽ മീ സർ. രേഖ ഇപ്പൊ എവിടെയുള്ളത്? സർ, നൈറ്റ് പെട്രോളിംഗ് ആണ് സർ. എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് സർ? ഒരു എമർജൻസി കേസ്. വാട്സാപ്പിൽ ഒരു നമ്പറും ലൊക്കേഷനും അയച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് എൻക്വയറി ചെയ്ത് ഉടൻ തന്നെ എന്നോട് പറയണം. ഷുവർ സർ, ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. എക്സ്ക്യൂസ് മീ, ദിവ്യ എന്ന പെണ്ണിന്റെ അടുത്ത് നിന്ന് എപ്പോൾ കോൾ വന്നാലും എന്നെ കണക്ട് ചെയ്യണം. ആ പെണ്ണൊരു കൊലയാളിന്റെ അടുത്ത് പെട്ടിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഓക്കെ? വാടാ, പെട്ടെന്ന് വാ. നമസ്കാരം മാഡം. നിന്റെ പേരെന്താ? കുമാർ. ഫോണിങ്ങതാ. എന്താ നിന്റെ ജോലി? ഞാൻ കസ്റ്റമർ കെയർ സർവീസ് ചെയ്യണോ മാഡം? കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറഞ്ഞാ? അത് പിന്നെ എന്താടാ ഒരു പരിങ്ങല്? ജോലി ഇല്ലാത്തവർക്കൊക്കെ ഞാൻ ജോലി കൊടുക്കും മാഡം. എന്ത് ജോലി? എല്ലാ ജോലിയും കൊടുക്കും മാഡം. സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ളത്. ഏയ്, ഇയാൾ തൂക്കിയെടുത്ത് ജീപ്പ് കയറ്റ്. സത്യം പറയാം സാർ പ്ലീസ്. പറ. ബ്രോക്കർ മാഡം. ബ്രോക്കർ എന്ന് വെച്ചാ കൂട്ടിക്കൊടുപ്പാണോ? ആ, നിന്റെ ഫോൺ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പെൺപിള്ളേരുടെ ഫോട്ടോസ് ആണല്ലോ മുഴുവനും. ബ്ലഡി റാസ്കൽ. ഈ പെണ്ണിനെ എങ്ങോട്ടാണ് അയച്ചത്? ഏത് പെണ്ണാ മാഡം? ആ ദിവ്യ എന്ന് പറഞ്ഞ പെണ്ണിനെ. ദിവ്യയോ? അവൾ ഇന്നലെ തൊട്ടാ ജോലിക്ക് ചേർന്നത് തന്നെ. ഒരു പുതിയ പാർട്ടിയുടെ കൂടെയാ ഞാൻ അവളെ പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? ആ പാർട്ടി ആരാ? എന്താ മാഡം ഇത്? പെണ്ണിനെ അന്വേഷിച്ച് വരുന്നവരുടെ അടുത്ത് ആധാർ കാർഡൊക്കെ ചോദിക്കാൻ പറ്റുമോ? അവരെന്നെ വിളിച്ചു, ഞാൻ റേറ്റ് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ പെണ്ണിനെ അയച്ചു. അതല്ലാതെ അവർ ആരാന്നൊന്നും എനിക്കറിയില്ല മാഡം. ആരെന്ന് പോലും അറിയാൻ അയക്കുന്ന ഒരു പെണ്ണിനെ? അയാളുടെ ഫോൺ നമ്പർ എന്തുവാടാ? ഫോണ് അകത്താ ഉള്ളത് മാഡം. അതിനകത്ത് അവരുടെ നമ്പറുള്ള. പറയൂ രേഖ. സാർ, അവൻ എനിക്ക് കിട്ടി സാർ. വെരി ഗുഡ്. അവനൊരു കൂട്ടിക്കൊടുപ്പുകാരനാണ് സാർ. ദിവ്യ അവൻ ഏതോ ഒരു പുതിയ പാർട്ടിയുടെ കൂടെ അയച്ചിരിക്കുന്നത്. ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം സാറിന് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. എന്റെ ഫോൺ. അതെ സാർ. മാഡം താങ്ക് യു. ഞാൻ നോക്കണം. മാഡം എന്റെ ഫോൺ തന്നിട്ട് പോ മാഡം. മാഡം സാർ, ദിവ്യ വീണ്ടും ഫോൺ ചെയ്യുന്നു. പെട്ടെന്ന് കണക്ട് ചെയ്യേ. ദിവ്യ, ആർ യു ഓക്കെ? ഇതുവരെ ആരും വന്നില്ല സർ. അവൻ വാരനെ മുട്ടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അവൻ അകത്തേക്ക് വന്ന് എന്നെ കൊല്ലും സർ. അങ്ങനെ ഒന്നും നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങളെ കൊണ്ട് കഴിയും. എങ്ങനെ സർ? അവനെ അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് എങ്ങനെ അവനെ അടിക്കാൻ പറ്റും സർ? ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേ. ശരി, പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? ആ റൂമിൽ അവനെ അടിക്കാൻ പറ്റിയ എന്തെങ്കിലും ആയതുകൊണ്ട് നോക്ക്. ഇവിടെ ഒന്നുമില്ല സർ. വാഷ് ബേസിനും ടോയ്ലറ്റും അല്ലാതെ വേറെ ഒന്നുമില്ല. പെട്ടെന്ന് പോയി ആ ഫ്ലഷ് ടാങ്കിന്റെ കവർ തുറക്ക്.
സർ ഭയങ്കര ഹെവിയാണ്. സൂപ്പർ, അതാണ് വേണ്ടത്. നിങ്ങൾ രണ്ട് കൈ കൊണ്ട് തുറക്കെ, അത് നല്ല സ്ട്രോങ് ആയിരിക്കും. എടുത്തു സർ. ഇനി നിങ്ങൾ ആ ഡോറിനടുത്തേക്ക് പോയി നിൽക്കേ. അവൻ ആ ഡോർ തുറന്ന് അകത്ത് വന്ന ഉടനെ എത്ര ശക്തി കഴിക്കാൻ പറ്റുമോ അത്ര ശക്തി കഴിക്കണം. ഒറ്റയടി അവൻ ചാകണം. What bloody nonsense! You killed an innocent person. Sir. Sorry, sir. I don't know how it happened.
We take all the precautions. I am not interested in any of your bloody excuses. Due to your carelessness, ഒരു ഇന്നസെന്റ് പേഴ്സൺ മരിച്ചു. ഇതിനാര് ഉത്തരം പറയും? നാളെ മീഡിയ ടെററിസ്റ്റിനെ ഷൂട്ട് ചെയ്തതിനെ പറ്റിയല്ല പറയാ. പാവപ്പെട്ടനെ കൊന്നു. പോലീസിന്റെ അനാസ്ഥാന്നേ പറയൂ. Okay. Sometime it happens. I know how to handle this. കുറച്ചു നാൾക്കുള്ളിൽ ഈ കേസ് കഴിയുന്നത് വരെ യു ഓൾ കീപ് അവേ ഫ്രം ദിസ് ടീം. സർ, ദിലീപിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. Good. ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. ഇപ്പൊ അവൻ കലൂരില് ഏതോ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് പറഞ്ഞോണ്ടിരിക്കണം. Okay, sir. മോദി എനിക്ക് പിടിക്കണം. സാർ, ഇപ്പൊ അവൻ മെയിൻ റോഡിലോട്ട് കയറി ഹൈക്കോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് ഒരു 500 മീറ്റേഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ, അയാൾ വണ്ടി നിർത്തി. സാർ, അയാളുടെ കാർ സാറിന്റെ റൈറ്റ് സൈഡിലുണ്ട്. സാർ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ 50 മീറ്റേഴ്സ് ദൂരം മാത്രമേ ഉള്ളൂ. Sir, he's somewhere in front of you. Rasha, I'll call you back.
സർ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഷർട്ട് ഊരിക്കേ. രേഖ, can you please get me Civic? യാ ഷുവർ സർ, ഇപ്പൊ വരാം. സലീം തന്നെ. സർ, ആരാ സാർ അയാള്? കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സാർ എന്തിനാ ഇയാളെ അന്വേഷിച്ചു വന്നത്? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആള് അവൻ തന്നെയാണ്. ദിവ്യ അവൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. ഓ സാർ, ഞാൻ ചോദിക്കുന്നുണ്ടോന്ന് വിചാരിക്കരുത്. സാർ ഇത്രയും റിസ്ക് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ സാറിന് നേരത്തെ അറിയാമോ? അഷ്റഫ്. അഷ്റഫ്? ദിവ്യ സാർ അഷ്റഫിന്റെ വൈഫാണ്. കഴിഞ്ഞിട്ട് എന്നെ കോൾ ചെയ്യേ. ഓക്കെ സർ. സർ, അവന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? സിംഗപ്പെരുമാൾ. ചേട്ടാ പറയേട്ടാ. ആ പെണ്ണിനെ കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തോ? വാങ്ങിക്കൊടുത്തു, പക്ഷെ അവളത് കഴിച്ചില്ല ചേട്ടാ. അതെന്താടാ അവള് കഴിക്കാത്തെ? ചേട്ടാ വിശന്ന അവള് തന്നെ എടുത്ത് കഴിച്ചോളും. ശരി, അതെന്താ ചെയ്യുന്ന നോക്ക്. ശരി ചേട്ടാ. കീപ് ഇറ്റ്. ആ BP ഒന്ന് മോണിറ്റർ ചെയ്തേ. എനി ചേഞ്ച് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലുണ്ടാവും. കോൾ മീ. ഷുവർ. ഈസ് ഹി ഓക്കെ ഡോക്ടർ? ആ, ഇപ്പോഴത്തേക്ക് ബുള്ളറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഇൻ വെരി ഡീപ്പ്. നത്തിങ് ടു വറി, ഹീസ് ഫൈൻ. വെടി കൊണ്ടതിന് ഷോക്കില്ല, അത്രേ ഉള്ളൂ.
Hey, what happened? സാർ അവനെ എന്തിനാ സാർ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? നിങ്ങൾക്ക് അവനെ അറിയാമോ? അവന്റെ പേര് ദിലീപ് എന്നാ. എന്റെ കൂടെയാ മെഡിസിൻ പഠിച്ചത്. കോളേജിൽ തുടങ്ങിയ കാലത്തെ അവൻ ആരടുത്തും അധികം സംസാരിക്കില്ല, ആരടുത്തും മിങ്കിളാവാറുമില്ല, എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്നേ. ഞങ്ങൾ 3rd ഇയർ പഠിക്കുന്ന സമയത്ത് സ്വാതി എന്നൊരു പെണ്ണ് പൂനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി നമ്മുടെ കോളേജിലേക്ക് വന്നായിരുന്നു. സ്വാതി കണ്ട ഉടനെ തന്നെ ദിലീപിന് ഇഷ്ടമായി. സ്വാതി വളരെ നല്ല ടൈപ്പായിരുന്നു. വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരോടും നല്ല ഫ്രണ്ടായി. ദിലീപ് അവളെ പ്രേമിക്കാൻ തുടങ്ങി. അവൾ എവിടെ പോയാലും അവളുടെ പുറകെ പോവും. This is a CT scan of the brain. This person is injured very critically. See, all of you. This area is peripheral membrane. Dilip, where are you looking at? Take notes properly. ഞങ്ങളുടെ കൂടെ സന്ദീപ് എന്നൊരാൾ പഠിച്ചിരുന്നു. അവനും സ്വാതിയും ഒരേ നാട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരുപാട് അടുത്ത് ഇടപഴകാൻ തുടങ്ങി. അത് ദിലീപിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അന്ന് ഹോളി ദിവസമായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സ് എല്ലാരും ചേർന്ന് ഹോളി ആഘോഷിക്കായിരുന്നു. സ്വാതിയും സന്ധ്യയും ക്ലോസ് ആയിട്ടുള്ളത് അവനെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല. അത് സന്ദീപിനെ അടിച്ച് അത് വളരെ വലിയ പ്രശ്നമായി. What the hell is going on? You are here to learn, not to intelligent street fights. As you are going to a medical professional, you should be a good example. I want you all to be a responsible student. This is your final warning. ഇനി ഇങ്ങനെ അങ്ങനെ ചെയ്തോണ്ടല്ലോ, I will take severe action. What is your problem? How dare you hit my friend? You think you'll become hero by doing something like this? Just don't get involved in my things. അതിനുശേഷം അവൻ സ്വാതിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം
സ്വാതി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് പറഞ്ഞ് അവളെ അവിടെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അവിടെ വരുന്ന സമയത്തെ അവളുടെ നില നല്ല മോശമായിരുന്നു. എന്തിനാ അവൾ അത് ചെയ്തെന്ന് ആർക്കും അറിയില്ല. നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹലോ, ഇവിടെ വാ. 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 എടുത്തോളൂ. ഇനി ഇത് നിനക്കുള്ളതാ. നീ ഇവളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല. ഇവിടെ നോക്കുമോനെ, ഈ ലോകത്ത് ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ അതൊരിക്കലും വിട്ടുകൊടുക്കരുത്. നീ അവളെ ആഗ്രഹിച്ചത് എനിക്കറിയാം. ഇപ്പൊ നിനക്ക് കിട്ടി, എടുത്തോ. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ഈ സമയം വീണ്ടും കിട്ടില്ല. നീ എടുത്തോ, ഞാൻ പോവാ. പേടിയുണ്ടെങ്കിൽ ഇത് കുടിച്ചോ.
ദിവസം ഞാൻ നടന്നു പോകുന്ന സമയത്ത് മോർച്ചറിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താന്ന് പോയി നോക്കി. അങ്ങനെ അവിടുന്ന് അവനെ സസ്പെൻഡ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിട്ടായിരുന്നു. അഞ്ജലി പറയുമ്പോൾ മനസ്സിലാവുന്നത് ഡെഫിനറ്റ്ലി അവൻ നെക്രോഫീലിയയിൽ അഫക്റ്റ് ആയതുപോലെയാണ് തോന്നുന്നത്. I studied about it, doctor. Can you please explain it? Well, it's a kind of mental disorder. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സെക്ഷുവൽ അട്രാക്ഷൻ ടുവേർഡ്സ് കോപ്സസ്, ഡെഡ് ബോഡീസ്. ഈ അസുഖമുള്ളവർക്ക് സെക്സ് ചെയ്യാനായിട്ട് ജീവനുള്ള ആൾക്കാരുടെ ശരീരം ആവശ്യമില്ല. ഒരു ഡെഡ് ബോഡി കിട്ടിയാലും മതി. കാരണം അവർക്ക് അത് പിന്നെ എതിർപ്പ് പ്രകടിപ്പിക്കാത്ത ഒരു പാർട്ട്ണറെയാണ് ആവശ്യം. They need unresisting and unrejecting partner. ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡിയാണ് മാക്സിമം ഹാപ്പിനെസ് ഓർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതെന്ന് he believes it. ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ഡോക്ടർ? മെഡിക്കലി വലുതായിട്ടൊന്നുമില്ല. അതർ ദാൻ ദാറ്റ് യു സീ മെന്റൽ വെൽനെസ് പ്രാക്ടീസസ്, അതായത് ധ്യാനം, യോഗ, മെഡിറ്റേഷൻ. ബട്ട് മോർ ദാൻ ദാറ്റ് അവർ തന്നെ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി മനസ്സ് മാറി ജീവിച്ചാലേ പറ്റുകയുള്ളൂ. ദാറ്റ്സ് ദി ഓൺലി തിങ് ദാറ്റ് ക്യാൻ മേക്ക് ദം ബിക്കം നോർമൽ ഹ്യൂമൻ ബീയിങ്സ്. എന്തുകൊണ്ടാണ് ഇതുപോലെ കേസൊന്നും പോലീസിന് അടുത്ത് വരാത്തത് സർ? എന്ത് പറഞ്ഞ കേസ് കൊടുക്കുക സർ? ഹൂ വോണ്ട്സ് ടു സ്പോയിൽ ദ നെയിം ഓഫ് എ ഡെഡ് പേഴ്സൺ? അത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ പുറത്തു പോലും അറിയുള്ളൂ. പക്ഷേ അവരതൊരിക്കലും പുറത്ത് പറയില്ല. ഇങ്ങനൊരു വിഷയം നടന്ന കാര്യമേ പുറത്ത് ആർക്കും അറിയില്ല. ആ മോർച്ചറി അറ്റൻഡന്റ് അവനിപ്പോ എവിടെയാ? അവൻ പിറ്റേ ദിവസം തന്നെ സൂയിസൈഡ് ചെയ്തു സർ. സർ, ഒരു ചെറിയ റിക്വസ്റ്റ്. പറയൂ. ആ വാർഡക്ക് വേറെ ആരെങ്കിലും ഡ്യൂട്ടിക്ക് ഇടാൻ പറ്റുമോ സർ? അവൻ കണ്ണ് തുറന്ന് എന്നെ കണ്ട സർ. സർ, എനിക്ക് നല്ല പേടിയാവുന്നു സർ. ഡോണ്ട് വറി ഡോക്ടർ, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരു പോലീസിനെ ഡ്യൂട്ടിയിലിടാൻ പറയാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. താങ്ക് യു മാഡം. പറയൂ ശരവണൻ. സർ, ദിവ്യക്ക് പോയ രണ്ടാമത്തെ കോൾ വേറൊരു ടവറിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പോ അത് അടുത്ത ഏരിയയിലെ ടവർ ആണെന്ന് നോക്കിയേ. യെസ് സർ, യു ആർ റൈറ്റ്. ആ രണ്ട് ടവറിന്റെ റേഞ്ചും ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് ഒന്ന് ചെക്ക് ചെയ്തേ.
സർ പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡ് സംസ്കാര ജംഗ്ഷൻ. റൈറ്റ്, താങ്ക് യു. മമ്മി 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 മമ്മി. ചേട്ടാ എന്താ ഇത്? ലേഡി പോലീസ് കാത്തോട്ട് വരുന്നു. ലേഡി പോലീസാ? അതെ ചേട്ടാ. പുതുതായി വന്ന ഇൻസ്പെക്ടർ ആയിരിക്കും. അല്ല, അവരെന്തിനാ ഇപ്പൊ ഇവിടെ വരുന്നത്? അറിയില്ല ചേട്ടാ. വരൂ മേഡം, നിങ്ങളാ പുതിയായിട്ട് വന്ന ഇൻസ്പെക്ടർ അല്ലേ? നന്നായി വരട്ടെ. കൊടുക്കാനുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കും. നമ്മളുടെ ഡീലിംഗ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. ആ കുഞ്ഞെവിടെ? ഓ, ആ കുട്ടിയെ പറ്റിയാണോ? പണം തന്നില്ല, അതുകൊണ്ട് എടുത്തോണ്ട് വന്നേ. ഒന്നും ആകില്ല ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ അയാളെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡേയ്, ആ കുട്ടി എവിടെയെന്ന്? ഈ കാര്യങ്ങളൊക്കെ വേറെ ആരെടുത്തെങ്കിലും കാണിക്കേ. എവിടെടാ കുട്ടി? കാരണത്തുണ്ട് വേണം. ശിവ, ആ കുഞ്ഞിനെ പോയി എടുത്തിട്ട് വാ. ഇങ്ങോട്ട് പോ. Bloody rascal. ആരെയുണ്ടോ അവിടെ? അറിയില്ലമ്മേ. ആ, ഞാൻ വാങ്ങിച്ചോളാം. ഹലോ മാം, ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ ഞാൻ വന്നേക്കാം.
ദിവ്യ, എന്നെ രക്ഷിക്കണം. എന്നൊരാള് കൊല്ലാൻ നോക്കുക. അവിടെ ആ വീട്ടില് അയാൾ എന്നെ കൊല്ലാൻ നോക്കുക. നീ പേടിക്കണ്ട, അകത്ത് വരൂ. ഇതാ കുടിച്ചോളൂ, പതിയെ കുടിക്കൂ. ആന്റി, ഞാനൊരു ഫോൺ ചെയ്തോട്ടെ? ചെയ്തോളൂ, അതാ അവിടെയാണ്. ഹലോ പോലീസ്. പറയൂ വർഷ. ആ ദിവ്യ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എവിടെയുള്ളത്? ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഫോൺ ചെയ്തു. Send me the medical shop details. Yes sir. Varsha. Sir. Send the force that place right now. Sure sir. ഇപ്പൊ തന്നെ അയക്കാം. ഇരിക്കൂ. ഒന്നുമില്ല മോളെ, സമാധാനായിട്ടിരിക്കൂ. പേടിയാവുന്നു ആന്റി. വേണ്ട വേണ്ട, പേടിക്കണ്ട പേടിക്കണ്ട. ഞങ്ങളില്ല ഇപ്പൊ കൂടെ. എന്തു പറ്റി? അയാൾ എന്നെ ഹാമർ കൊണ്ട് തലക്കടിച്ചു. അയ്യോ, ഓ കുഴപ്പമില്ല, ചെറിയ മുറിവാ, ശരിയായിക്കോളും. കരയണ്ട, കരയാതിരിക്കും മോളെ. ആന്റി, വേണ്ട വേണ്ട, പേടിക്കണ്ട. ആരോ കസ്റ്റമർ വന്നതാ, ഞാൻ നോക്കിയിട്ട് വരാം. ദിലീപേ. ആന്റി, വളരെ വേദനയുണ്ട്. അൾട്രാസിറ്റ് ഉണ്ടോ? ഹലോ മാഡം, ഞാൻ ACP വിജയാണ് സംസാരിക്കുന്നത്. ദിവ്യ എന്ന പെണ്ണുങ്ങളുടെ ഫാർമസിന്ന് ഫോൺ ചെയ്തിരുന്നു. അവളെ ഭദ്രമായിട്ട് നോക്കണം. ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്. ആ കുട്ടി ഇപ്പൊ ഇവിടെ ഭദ്രമാണ്. നിങ്ങളൊന്ന് വേഗം വന്നാ മതി. ആന്റി, എന്താ എന്താ പ്രശ്നം? നമ്മുടെ ഏരിയയില് ആരോ ഒരു കൊലയാളി ഉണ്ടെന്ന്. നമ്മുടെ ഏരിയയിലോ? അങ്ങനൊന്നും ഉണ്ടാവില്ല.
ഒരു പെങ്കൊച്ച് ഇപ്പോഴാണ് അവൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നത്. ഓ, ആ പെണ്ണിവിടെ ഉള്ളത്? ഇവിടെ അകത്തുണ്ട്. എന്താ ഇത് ദിലീപേ? ഓടിക്കോ. ഒന്ന് തുറക്കടോ. എന്തുപറ്റി? അകത്തൊന്ന് ലോക്കായിരിക്കും സാർ. Take him to hospital. Ah!
ദിവ്യ പോ ദിവ്യ ഇവിടുന്ന് പോ ദിവ്യ പെടുന്ന് പോ മാഡം, മോള് വന്നിട്ടുണ്ട് കാണാനായിട്ട്. എവിടെയുള്ള? പാർക്കിങ്ങിലുണ്ട്. ഈ ഫയലൊന്ന് മേലെ കൊടുത്തേക്കണം. ഓക്കെ.
ഹായ് മമ്മി. ഹാപ്പി ബർത്ത്ഡേ മമ്മി. ഹാപ്പി ബർത്ത്ഡേ ദിവ്യ. നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്കിപ്പോ വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് സംഭവിച്ച വിഷമത്തിന് ഞാനും ഒരു കാരണമായിട്ടുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം മറ്റൊരാൾക്ക് നികത്താൻ കഴിയാത്ത ഒന്നാണ്. ഇവിടെയുള്ള എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ വേദനയോ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഒന്ന് അത് മറന്നിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അത് മറച്ച് ജീവിക്കുന്നു. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുക ചെയ്യും. അങ്ങനെ നടന്ന ഒരു കാര്യം നമുക്ക് മാറ്റാൻ കഴിയുകയില്ല. അതിനുശേഷം നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിലാണുള്ളത്. ആ തീരുമാനം നമുക്ക് വേണ്ടി മാത്രമെന്നല്ലാതെ നമ്മളെ ആശ്രയിക്കുന്നവർ കൂടി വേണ്ടിയാണെങ്കിൽ അത് നന്നായിരിക്കും. ഈ ട്രെയിനിങ്ങിൽ നിങ്ങളെ അത് പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. പക്ഷെ ദിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്കത് മാത്രമേ ഓർമ്മയുള്ളൂ. അതങ്ങനെ ഇരിക്കട്ടെ. ഗുഡ്. ചിത്രവും ചിരിച്ചു കണ്ടു ഞാൻ, എന്നുലകം നിന്നിൽ കണ്ടു ഞാൻ. ദേവതേ ഇരുളിൽ മാഞ്ഞുവോ എൻ തായും നീ മകളെ. കുളിർ കാറ്റും എൻ വാഴ്വിൽ വീശിടുന്നു, നിൻ തുണയായെന്നും ഞാനേ. ഇരുളിലെ വെളിച്ചം ആരറിയും, ചെറുപൊന്തിരി കാണും വരെ.